ആവർത്തനം അധ്യായം 21. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് വയലിൽ ഒരുവനെ വധിച്ചിട്ടിരിക്കുന്നത് കാണുകയും അവൻ്റെ കൊലപാതകൻ ആരെന്ന് അറിയാതിരിക്കുകയും ചെയ്താൽ നിന്റെ മൂപ്പന്മാരും ന്യായാധിപന്മാരും പുറത്തു ചെന്ന് നീ ഹദന്റെ അടുത്ത് നിന്ന് അതത് പട്ടണം വരെയുള്ള ദൂരം അളക്കണം. വധിതന് ഏറ്റവും അടുത്തുള്ള പട്ടണത്തിലെ മൂപ്പന്മാർ വേല ചെയ്യിക്കാത്തതും മുഖം വയ്ക്കാത്തതുമായ ഒരു പശുക്കിടാവിനെ കൊണ്ടുവരണം. ആ പട്ടണത്തിലെ മൂപ്പന്മാർ ഉഴവും വിതയും ഇല്ലാത്തതും നീർച്ചാലിലുള്ളതുമായ ഒരു താഴ്വരയിൽ പശുക്കിടാവിനെ കൊണ്ടുചെന്ന് അവിടെ വച്ച് അതിൻ്റെ കഴുത്ത് ഒടിക്കണം. പിന്നെ ലേവ്യരായ പുരോഹിതന്മാർ അടുത്ത് ചെല്ലണം. അവരെയല്ലോ നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് ശുശ്രൂഷ ചെയ്യുവാനും കർത്തൃനാമത്തിൽ അനുഗ്രഹിപ്പാനും തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവരുടെ വിധി പ്രകാരം എല്ലാ വ്യവഹാരവും കലഹവും തീർക്കേണ്ടതാകുന്നു. കൊല്ലപ്പെട്ടവന് അടുത്തുള്ള പട്ടണത്തിലെ മൂപ്പന്മാർ എല്ലാവരും താഴ്വരയിൽ വച്ച് കഴുത്തൊടിച്ച പശുക്കിടാവിന്മേൽ തങ്ങളുടെ കൈ കഴുകി ഒഴിക്കണം. ഞങ്ങളുടെ കൈകൾ ആ രക്തം ചൊരിഞ്ഞിട്ടില്ല, ഞങ്ങളുടെ കണ്ണത് കണ്ടിട്ടുമില്ല. കർത്താവേ, നീ വീണ്ടെടുത്ത നിന്റെ ജനമായ ഇസ്രായേലിനോട് ക്ഷമിക്കണമേ. നിന്റെ ജനമായ ഇസ്രായേലിൻ്റെ മധ്യ നിഷ്കളങ്ക രക്തം ഇടവരുത്തരുതേ എന്ന് പറയണം. എന്നാൽ ആ രക്തം സംബന്ധിച്ച് കുറ്റം അവരോട് ക്ഷമിക്കപ്പെടും. ഇങ്ങനെ കുറ്റമില്ലാത്ത രക്തം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയുമ്പോൾ അത് കർത്തൃസന്നിധിയിൽ യോഗ്യമായിരിക്കും. നീ ശത്രുക്കളോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടിട്ട് നിന്റെ ദൈവമായ കർത്താവ് അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും നീ അവരെ തടവുകാരായി പിടിക്കുകയും ചെയ്താൽ ആ തടവുകാരുടെ മധ്യേ സുന്ദരിയായൊരു സ്ത്രീയെ കണ്ട് ഭാര്യയായി എടുക്കുവാൻ തക്കവണ്ണം അവളോട് പ്രേമമുണ്ടാകുന്നുവെങ്കിൽ നീ അവളെ വീട്ടിൽ കൊണ്ടുപോകണം. അവൾ തല മുണ്ടനം ചെയ്യുകയും നഖം മുറിക്കുകയും തടവു വസ്ത്രം മാറ്റി നിന്റെ വീട്ടിൽ പാർത്ത് 1 മാസം തൻ്റെ മാതാപിതാക്കളെ ഓർത്ത് ദുഃഖിക്കുകയും ചെയ്ത ശേഷം നീ അവളുടെ അടുക്കൽ പ്രവേശിച്ച് അവൾക്ക് ഭർത്താവായും അവൾ ഭാര്യയായും ഇരിക്കണം. എന്നാൽ നിനക്ക് അവളോട് ഇഷ്ടമില്ലാതെ വന്നുവെങ്കിൽ അവളെ സ്വതന്ത്രയായി വിട്ടയക്കണം. അവളെ ഒരിക്കലും വിലയ്ക്ക് വിൽക്കരുതേ. നീ അവളെ പരിഗ്രഹിച്ചതുകൊണ്ട് അവളോട് കാഠിന്യമായി പ്രവർത്തിക്കരുത്. ഓരോ സ്ത്രീ ഇഷ്ടയായും മറ്റവൾ അനിഷ്ടയായും ഇങ്ങനെ ഒരുവന് 2 ഭാര്യമാർ ഉണ്ടായിരിക്കുകയും അവർ ഇരുവരും അവന് പുത്രന്മാരെ പ്രസവിക്കുകയും ആദ്യജാതൻ അനിഷ്ടയുടെ മകനായിരിക്കുകയും ചെയ്താൽ അവൻ തൻ്റെ സ്വത്ത് പുത്രന്മാർക്കായി ഭാഗിക്കുമ്പോൾ അനിഷ്ടയുടെ മകനായ ആദ്യജാതന് പകരം ഇഷ്ടമുള്ളവളുടെ മകന് ജ്യേഷ്ഠാവകാശം കൊടുക്കരുത്. തനിക്കുള്ള സകലത്തിലും 2 ഓഹരി അനിഷ്ടയുടെ മകന് കൊടുത്ത് അവനെ ആദ്യജാതനായി സ്വീകരിക്കണം. അവൻ നിന്റെ ബലത്തിൻ്റെ ആരംഭമല്ലോ. ജ്യേഷ്ഠാവകാശം അവന് ഉള്ളതാകുന്നു. മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കുകയും അവർ ശാസിച്ചാലും അനുസരിക്കാതിരിക്കുകയും ഇരിക്കുന്ന നിർബന്ധ ബുദ്ധിയും മത്സരിയുമായ മകൻ ഒരുവനും ഉണ്ടെങ്കിൽ മാതാപിതാക്കൾ അവനെ പട്ടണത്തിലെ മൂപ്പന്മാരുടെ അടുക്കൽ പട്ടണവാതിൽക്കലേക്ക് കൊണ്ടുപോയിട്ട്
ഞങ്ങളുടെ ഈ മകൻ ഷാഢ്യക്കാരനും മത്സരിയും ഞങ്ങളുടെ വാക്ക് കേൾക്കാത്തവനും ഭക്ഷ്യപ്രിയനും കുടിയനുമാകുന്നു എന്ന് പട്ടണത്തിലെ മൂപ്പന്മാരോട് പറയണം. അവന്റെ നഗരവാസികളെല്ലാം ചേർന്ന് അവനെ കല്ലെറിഞ്ഞു കൊല്ലണം. ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് അധർമ്മം നീക്കിക്കളയണം. ഇസ്രായേലെല്ലാം ഇത് കേട്ട് ഭയപ്പെടണം. ഒരുവൻ മരണയോഗ്യമായ ഒരു പാപം ചെയ്തിട്ട് അവനെ കൊന്ന് ഒരു മരത്തിൽ തൂക്കിയാൽ അവന്റെ ശവം കഴുമരത്തിന്മേൽ രാത്രി മുഴുവനും കിടക്കരുത്. അന്ന് തന്നെ അത് മറവു ചെയ്യണം. തൂങ്ങി മരിച്ചവൻ ദൈവസന്നിധിയിൽ ശാപഗ്രസ്തനാകുന്നു. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരുന്ന ദേശത്തെ നീ അശുദ്ധമാക്കരുത്. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.